ഗേസ് ഒത്തിരി പേര് പറഞ്ഞിരുന്നു ചലഞ്ച് കംപ്ലീറ്റ് ആകില്ല. ലൈബ്രറി സിറ്റി സ്റ്റോറിൽ റൂളെല്ലാം പാലിച്ച് വണ്ടി ഓടിക്കണം ഗേസ്. പിന്നെ റൂള് പാലിച്ച് വണ്ടി ഓടിച്ചിട്ട് മിഷന് കംപ്ലീറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അതാണ് ഗേസ് ചലഞ്ച്. നമ്മൾ കൊണ്ടാടി ചലഞ്ച് ചെയ്തായിരുന്നു. എന്തായാലും പാലിക്കും ഗേസ്. നിങ്ങൾ കണ്ടോ GTA 5 നമ്മൾ ആ ചലഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കുറച്ച് കണ്ടിട്ട് ഞാൻ ചെയ്തോളൂ. അത് ഞാൻ ലൈബ്രറി സിറ്റിയുടെ കാണിക്കുന്നു. ലൈബ്രറി സിറ്റിയിലല്ലേ എല്ലാവർക്കും ആവശ്യം. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ ഇല്ലേ ഈ കാർ തൊട്ടുള്ള. ഇനി എങ്ങോട്ടാ പോകണ്ടേ? വണ്ടിക്കാരെ എവിടെയാണ് കൊണ്ടുവന്ന് നിർത്തുന്നത്? ഇവിടെ വണ്ടിക്കാരന് ഇങ്ങോട്ടങ്ങോടെ പോകണ്ട കേസ്. അല്ലടേ ഇവിടെ അല്ല പോകണ്ട. നമുക്ക് ഈ വഴി മറ്റേ സ്ഥലത്തോട്ട് പോകണം കേസ്. ഇത് ഇടിച്ചാൽ നമ്മൾ ഇടിച്ച് ഒരു റൂള് തെറ്റിച്ചു. പിന്നെ നമ്മൾ ഇനി റൂളൊന്നും തെറ്റിക്കത്തില്ല. തെറ്റിച്ചിരിക്കുന്നു. ഒരു റൂള് 2 റൂളെ തെറ്റിച്ചുള്ളൂ. സോറി മേളമൊക്കെല്ല ചപ്പാത്തി കേസ്. ഓക്കെ, നമ്മൾ റൂള് തെറ്റിച്ചു എന്ന് പറയുന്നവർ ലൈക്ക് അടിക്കും. ഓക്കെ, ഒരു ലൈക്കല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അല്ല കേസ്, കുറച്ച് റൂളെ ഞാൻ തെറ്റിച്ചോളൂ. 2 റൂളെ ഞാൻ തെറ്റിച്ചോളൂ. 2 റൂള് തെറ്റിച്ചപ്പോൾ തന്നെ വണ്ടി പൊട്ടിയത് കണ്ടോ? വണ്ടിയുടെ അവസ്ഥ നിങ്ങൾ അറിയോ? വണ്ടിയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എവിടെ നോക്കിയാലോ വണ്ടി ഒരു വെച്ച്. എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമ്മൾ റൂള് എടുത്താൽ കുഴപ്പമില്ല. ടൈമർ ഓണായിരുന്നു. ടൈമർ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് കേസ്. എൻ്റെ അതിനകത്ത് 10 മിനിറ്റ് റൂള് തെറ്റിക്കാതെ പോകണം. ടൈമർ 10 മിനിറ്റ് കഴിഞ്ഞു കേസ്. 10 അല്ലേ, കള്ളം മതി. 1 മിനിറ്റ് എങ്കിലും പോകണമെന്നായിരുന്നു. ഇത്രേ ഉള്ളായിരുന്നു കേസ്. 1 മിനിറ്റ് റൂള് തെറ്റിക്കാതെ ലൈബ്രറി സിറ്റിയിൽ. മതി. ഇതെന്തുവാ? നമുക്കാദ്യം CD എടുക്കാം. ഇവിടെ CD അല്ല, ഡ്രസ്സിങ് റൂമിലോട്ട് പോകണമെന്നാണ് പറയുന്നത്. ഡ്രസ്സൊന്നും തരാൻ പറ്റില്ല. ക്ലൗഡ് ഇവിടെ നമ്മൾ ഓംഗ്ലിയിൽ നിന്നാണ് പണ്ട് വരച്ച്. ഞാൻ ഒന്ന് മാറ്റി പിടിച്ചേക്കാം. വേണ്ടേ സൈഡ് റിജോ എന്തോ പറയുന്നു. മോനെ ഗരാജ് ഉണ്ട്. വെഹിക്കിൾ ഡോറിലെ ഓക്കെ, എനിക്ക് ഗെയിം സേവ് ചെയ്യാൻ താല്പര്യമില്ല മിസ്റ്റർ. നിങ്ങൾ നേരത്തെ കണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും സാറ് പറയുന്നല്ല കേൾക്കുന്നുണ്ടായി. സാറിന് പണ്ടേ സാറിന് അഹങ്കാരമായിരിക്കുകയാണ്. അഹങ്കാരത്തില്ല സാറിൻ്റെ അഹങ്കാരം എത്ര വലിയതാണെന്ന്. ലൈബ്രറി സിറ്റി സ്റ്റോറിൽ പിന്നെ ഞാൻ ആ മിഷൻ കാണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ വണ്ടിയെല്ലാം മാറിയിട്ടുണ്ട്. പ്രസിഡന്റിൻ്റെ വണ്ടിയാണ്. പ്രസിഡന്റ് മൈൻഡ് കൊണ്ടല്ല പ്രസിഡന്റിൻ്റെ വണ്ടി കിട്ടിയത്. മറ്റവൻ്റെ വണ്ടിയിലങ്ങ് ഇടിച്ച് തെറിപ്പിച്ചു. എന്തൊരു പാട്ട് കേൾക്കുന്നവര്. എൻ്റെ ഉള്ളിൽ കൂടെ ഗ്ലിച്ചടിച്ചാൽ പോവാം. ലൈബ്രറി സിറ്റി സ്റ്റോറീസാണ് കുറച്ചുകൂടെ ബെറ്ററായി ഉണ്ടാക്കിയത്. GTA 3 കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ലൈബ്രറി സിറ്റി സ്റ്റോറി ഉണ്ടാക്കിയത്. സാൻ ആൻഡ്രിയാസിലെ CJ ലൈബ്രറി സിറ്റി പോയിട്ട് വരുമ്പോൾ മൈ മം വാസ് ഡെഡ്. യെസ് കേസ്, അമ്മ ചാവുകയോ പറഞ്ഞത് ഇന്ന് ചെറുതായിട്ടും തട്ടി ഇടിച്ചു. അന്നേരം വണ്ടിക്ക് പോർന്ന് ഇടിക്കും. ഇവൻ്റെ കുഴപ്പം അതേ ഞാൻ പറയുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. വേറെ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ട് മുട്ടുമുണ്ടോ. പിന്നെ ഇതൊക്കെല്ലാം ഭയങ്കര റിയലിസ്റ്റിക്കാണ്. വാട്ടർ പമ്പ് പൊട്ടിക്കുന്നുണ്ട്. ഇത് വാട്ടർ പമ്പ് പൊട്ടിക്കുമ്പോൾ വല്ലാത്ത രസം. രസം ഇപ്പം മാറിയാണ്. രസമായിരുന്നു. ഒക്കെ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. എനിക്ക് വാട്ടർ പമ്പ് പൊട്ടിക്കാനാണ് ഇതിനകത്ത് ഇഷ്ടം. എന്നെ കൂടുതൽ വാട്ടർ പമ്പ് പൊട്ടിക്കാനാണ് എനിക്ക് ഇഷ്ടം. കൊള്ളാം, ശരിക്കും ഒറിജിനാലിറ്റി ഉണ്ട്.
ഇന്ന് ഡീലറാ ഡീലർ മറ്റേ ഡീലറിൻ്റെ അടുത്ത് ഒരു പോകണം. എനിക്ക് ഇറങ്ങിയിട്ടാണ് പോകണ്ടെന്ന് തോന്നുന്നു. ഗെറ്റ് ബാക്ക് ഇൻ ദ കാർ. കാറിൽ കയറണം കേസ്, എന്നാലേ പറ്റത്തുള്ളൂ. കാർ ഗ്ലിച്ചടിക്കുന്നു കാറിൻ്റെ ഷേപ്പ്. ഇപ്പം അത് കാണിക്കുന്നുണ്ട് കാറിൽ കയറിയ ടോണി എന്നാ ഇവൻ്റെ പേര്. ഓക്കെ ഓ $100 ഇന്നൊക്കെ ആ ഡീലറിന്. ഓക്കെ സ്ട്രാൾക്കർ ഡാർക്കർ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ഇവിടെ ബൈക്കിൽ കയറാൻ പറയുന്നുണ്ട്. ബൈക്ക് എടുത്ത് ഡീലറിൻ്റെ അടുത്ത് പോകും. ഡീലർ ഇവിടെ തന്നെ Liberty City commuters have been dealt a hard blow today when transport workers across the city took industrial action in sympathy for beleaguered ferry workers whose livelihoods are threatened by the construction of the new Porter Road Tunnel. Neither side in this battle seems keen to give. മൊബൈലാണ് എടുക്കാൻ പറ്റാത്ത എനിക്ക് അത് മാത്രമേ ഉള്ളൂ. ഇത് പ്രശ്നം 3 വർഷങ്ങളാണ്. ഗ്ലിച്ചുണ്ട്, മൊബൈൽ എടുക്കാൻ പറ്റത്തില്ല, പിന്നെ ഇവ സ്ലോ ആണ്. സ്ലോ അല്ല, വേറെ കുറച്ച് പ്രശ്നമുണ്ട്. വേറെ ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? മുട്ടുമ്പോൾ തന്നെ കാർ കിട്ടും. ഞാൻ 4 പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ വണ്ടിക്കകത്ത് കയറാനുള്ള ബട്ടൺ എടുത്തില്ല. വണ്ടിക്കകത്ത് കയറുമ്പോൾ സ്ലോലിയാണ് പോകുന്നത്. പോലീസ് സ്റ്റാർ വാണ്ടർ ലെവൽ വന്നു. 5 സ്റ്റാർ വാണ്ടർ ലെവലൊന്നും വന്നു, പക്ഷെ റെഡ് ലൈറ്റ് വന്നു. നമുക്ക് വാണ്ടർ ലെവലൊന്നും വന്നിട്ടില്ല. ഇതിനകത്ത് തടിയച്ചന്മാരൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ഹൈ ഗ്രാഫിക്സ് എല്ലാം ഞാൻ പറയും. ചിന്നാട്ടോ ടൗൺ വാറിൽ ഹൈ ഗ്രാഫിക്സ് ആണ്. GTA 1 കുറച്ചുകൂടെ ഹൈ ഗ്രാഫിക്സ് ആക്കിയത് ചിന്നാട്ടോ ടൗൺ വാർ. എനിക്ക് ചിന്നാട്ടോ ടൗൺ വാർ എനിക്ക് ഇഷ്ടമാണ്. അതും പറയുന്നു ബ്രോ GTA ചിന്നാട്ടോ ടൗൺ വാർ. GTA അയ്യോ GTA ചിന്നാട്ടോ ടൗൺ വാർ. ടോണി മതി പതുക്കെ പോകണം. ടോണിക്ക് പണ്ടേ ഉള്ളത്. എനിക്ക് വേറെ ചിന്നാട്ടോ ടൗണിലുള്ള വാർച്ചിലെ ആരാണെന്നും അറിയത്തില്ല ക്യാരക്ടർ. എനിക്ക് ആ പാടെ സനാൻഡ്രസ്, വൈസ് സിറ്റി, പിന്നെ GTA 3, 5, 4, ലൈബർ സിറ്റി മാത്രമേ അറിയത്തുള്ളൂ. ബാക്കിയുള്ളവരുടെ ക്യാരക്ടർ അറിയില്ല. എത്താറായപ്പോൾ തന്നെ മറ്റേ കൊണ്ട ലോറി ഇരിക്കുന്നു. എന്ത് കഷ്ടമാണ്. ഇവിടെ ഡീലർ വരും. ഡീലറിനെ ഞാൻ കൊണ്ടാക്കുമ്പോൾ എനിക്ക് 100 രൂപ കിട്ടും. വെറുതെ ഇമാരുടെ പണി ചെയ്യുന്ന ഞാൻ എന്തോത്തിന് കേസ്. ഞാൻ എപ്പോഴും ഈ മിഷനാണ് കേസ് തോക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല. നേരെ ഡീലർ എടുക്കുന്നത്. എവിടെ കയറുന്നയാണ് ഇയാളൊന്ന് പോയാട്ടെ. ഹെഡ് റേഡിയോ ഒന്ന് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഓടിക്കുമ്പോൾ ഒരു വൈബ് ഉണ്ട്. ആ വൈബ് എവിടെ ഗണ്ണൊന്നും ഇല്ലേ കേസിനകത്ത്? GTA 5 ഗണ്ണൊക്കെ ഉണ്ടല്ലോ. നേരത്തെ വന്ന സ്ക്രീനില്ല. അതൊട്ടും ഒരു ഇഷ്ടപ്പെട്ടില്ല. നേരെ അയ്യോ ടോണി ഇപ്പം മുന്നേ ഞാൻ വട്ടറ്റോണിന്ന് വിളിക്കാം. ലോസ് സാൻഡോസിൽ തിരിച്ചു വരുന്നൊരു കാര്യമുണ്ട്. CJ ഞാൻ പറയുന്ന കഥയല്ലെന്ന്, കഥയാണ്. എന്നാലും കഥ പോലെ നിങ്ങൾക്ക് തോന്നണ്ടെന്ന് വിചാരിക്കുന്നത്. ഞാൻ എന്താ പറയുന്നത്? CJയുടെ കഥ പറയാം. ഓക്കെ, വെറുതെ കഥ പറഞ്ഞേക്കാം. ഞാൻ എല്ലാം കൺട്രോൾ ചെയ്താലും കഥ പറയണ്ടേ നിങ്ങൾക്ക്? വെറുതെ പറഞ്ഞാണ്. GTA പോലെ ബിൽഡിങ്ങിൽ കയറാൻ പറ്റത്തില്ല. GTA പോലെ ബിൽഡിങ്ങിൽ കയറാൻ പറ്റിയാലും കൊള്ളായിരുന്നു.
നമ്മൾ എത്ര ഇതൊക്കെ കൺട്രോളിങ് കുറച്ച് പാടാണ്. കൺട്രോളിങ് എനിക്ക് GTA 5 വലിയ തോന്നുന്നില്ല. ഇവിടുത്തെ പോലീസുകാരന്മാർ മണ്ടന്മാരാ. അല്ല, ഇന്ത്യ ബൈക്ക് ഡ്രൈവിങ്ങിലെ പോലീസുകാരന്മാരെ മണ്ടന്മാർ. എന്നാൽ ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് തോന്നുന്നു. ഓക്കെ, കൺട്രോളിങ് തെറ്റില്ല. നമുക്ക് ഈ മിഷൻ നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊരു മിഷൻ പോലെ. നമ്മുടെ ഈ ഡീലറിനെ ഇറക്കിയിട്ട് അടുത്ത മിഷൻ ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ആക്കില്ല. അടുത്ത മിഷൻ അത്രയ്ക്കും ഇതാണ്. ഓ, ഇത് ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ സംസാരിക്കില്ല. കൊള്ളാടോ. $100 ഇട്ട് നോക്കി. നമ്മള് ബൈക്ക് ഓടിക്കുന്ന ഈ ഗെയിമിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ഇന്ത്യ ബൈക്ക് ഡ്രൈവിംഗ്. ഈ ഒരു പൊട്ട ഗെയിമാണെന്ന് ഞാൻ പറയുന്നത്. എന്നാലും എനിക്ക് കുറച്ച് ഇന്ത്യ ബൈക്കിനെയാണ്. ഇന്ത്യൻ ഗെയിമാണെന്ന് തോന്നുന്നു. ഇന്ത്യൻ ഹൊറർ കമ്മലേ കളിക്കാൻ ഒത്തിരി പക്ഷെ പേടിയായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ കളിക്കും. ലാപ്ടോപ്പ് ഇട്ടുകൊണ്ട് ലാപ്ടോപ്പിൽ ഞാൻ കണ്ണടച്ച് കീബോർഡ് ചെക്കിയാൽ മതിയല്ലോ. എന്താണ് ബ്രോ, മുടയാണോ? തടയത്തന്മാരെന്നെ ഇടിക്കാൻ പറ്റില്ലേ? ഞാൻ ആരാന്നറിയില്ല. ടോണി ഈസ് ബാക്ക്. ടോണി പണ്ട് വേറെ എവിടെ പോയിരുന്നു. ഇപ്പൊ ടോണി വേറെ സ്ഥലത്താണ്. ടോണിപ്പോ നിങ്ങൾക്ക് അറിയത്തില്ല. ടോണി അവിടെ പുക വരുന്നു വണ്ടിയിൽ. പേബാക്ക് പോലെ പുക വന്നിട്ട് പൊട്ടിത്തെറിക്കുന്ന കാണുന്നു. ഓ, പുറയിലൊക്കെ സ്മോക്കാണ്. ട്രാഫിക് ലൈറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നവന്മാര്. എനിക്ക് ഗ്രാൻഡ് ഫോട്ടോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അവസാനത്തെ ആ മിഷൻ കംപ്ലീറ്റ് ആക്കിയേ പറ്റൂ. ഇവിടെ തന്നെ അടുത്തുന്ന മിഷൻ. ഓ, അവസാനത്തെ ഒരു മിഷൻ ഉണ്ട്. അത് ഇടിക്കണമെന്നല്ല, പോലീസുകാരന്മാരെ കാണുന്നുണ്ടാണ് മിഷൻ ബാൻഡ് ചെയ്ത്. ഡീലിംഗ് റിവെഞ്ച്. ഓക്കെ, നമുക്കിനി ഒരു സ്ഥലം വരെ പോകാനുണ്ട്. നമുക്ക് സ്റ്റോറി കൂടെ എന്തായാലും കണ്ടേ. എന്ത് കേസുമാര് പറയുന്നത്? സ്റ്റോറി ബോട്ടിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ ഗീസ്. ഇതിനകത്ത് അതൊരു പ്രത്യേകത. ഹെഡ് ടു ഓവർ ചിന്നാട്ടോട്ടം. അറിയാം, ചിന്നാട്ടോട്ടം വേറെ അറിയാം. പുക വരുന്നുണ്ട്. ഈ വണ്ടി എടുക്കണോ? വേറെ വണ്ടി എടുത്തൊക്കെ പോവാം. സാറെ കുത്ത വണ്ടിയാടാ. കുത്തോട തന്നെ വണ്ടിയാടാ. വണ്ടി നമുക്ക് നേരെ ഹെഡ് ബാക്ക് ടു ചിന്നാട്ടോട്ടാണെന്ന് പറയുന്നത്. താരെ ഗിഫ്റ്റിരിക്കുന്നു. മാറ്റി തരണം. ഞാൻ അങ്ങോട്ട് വരുവാടാ. അവൻ്റെ എന്ന് പറയുന്നത് അവൻ്റെ ഞാൻ ഇപ്പം മാറ്റി തരണം. ഇത് പുറയിലോട്ട് ഇപ്പോൾ സ്ലോ ആവും. പക്ഷെ ഇന്ത്യ